கொஞ்சம் மட்டும் வேலை செய்யுது. അപ്പോൾ ഇന്നാണെങ്കിലും എനിക്ക് കേക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. പുറത്ത് നല്ല മഴ. അപ്പം ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കാമെന്ന്. ഉച്ചയ്ക്ക് ക്യാരറ്റ് പറഞ്ഞായിരുന്നേ, അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്ട്രാ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. എങ്ങനെയാണ് ക്യാരറ്റ് കേക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന്. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 3 മുട്ട വിത്ത് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇത് കുറച്ച് ഹെൽത്തി വേർഷൻ ഓഫ് ക്യാരറ്റ് കേക്ക് ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ഡേറ്റ്സ് ആൻഡ് മിൽക്ക്, പാലൊഴിച്ച് ഡേറ്റ്സ് പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണിത്. കാണാവോ? എനിവേ അതാണിത്. പിന്നെ ഒരല്പം പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ശകലം പഞ്ചസാര കൂടി. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്ത്, ഇതിനകത്ത് വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ജാറിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റി അതിനകത്തോട്ട് ഞാൻ പ്ലെയിൻ ഫ്ലോർ 1 കപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് ആഡ് ചെയ്യുക, ലംസ് ഒന്നും ഇല്ലാതെ ആഡ് ചെയ്യുക എന്നൊക്കെയാണ് ശരിക്കുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്യും. അതിനകത്തോട്ട് ഞാൻ മറ്റേ ഡേറ്റ്സ് മിക്സ് അതും പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതും കുറച്ച് ബേക്കിംഗ് പൗഡർ, കുറച്ച് ബേക്കിംഗ് സോഡ അതുകൂടി ആഡ് ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ കുറച്ച് ഇതുകൂടി ചേർക്കും, പഞ്ചസാര. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മുടെ കേക്ക് മിക്സ് റെഡിയായി. പിന്നെ ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ട്രേയിലോട്ട് ഒഴിച്ച് നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ താഴെയും കുറച്ച് നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്, ടോപ്പിലും കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാമെന്ന് വെച്ചു. ഈ സൗണ്ട് കേൾക്കുന്ന വേറെ ഒന്നുമല്ല, അതേ ഡാരിയാണ്. അവൻ വന്ന എല്ലാ ഡ്രോയും തുറന്നിടുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഡാരി എന്തോ നെയ്യുന്നു? ായി ഞാൻ മുകളിൽ കുറച്ചുകൂടി നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എടുത്തതെല്ലാം തീർക്കണമല്ലോ. കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാത്രം. പിന്നെ ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. ഓൾ സെറ്റ്. ഇനി ഇത് ബേക്ക് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഓവനിലാക്കിയിട്ടുണ്ട്. സാധാരണ ഞാൻ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും അതിൻ്റെ മുകൾ ഭാഗമില്ലേ പൊങ്ങുമല്ലോ, പൊങ്ങിയിട്ട് ക്രാക്കാവും, മുകളിൽ ഇങ്ങനെ പൊട്ടും. അങ്ങനെയാണ് എനിക്ക് കേക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ കിട്ടുമെന്ന് കൂടി നോക്കാം. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. നോക്കാം. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ടോപ്പ് പൊട്ടിയായിരിക്കണേ. കാണിച്ചു തരാം. കണ്ടോ ഈ ക്രാക്ക്? അത് എപ്പോൾ ഞാൻ ഉണ്ടാക്കിയാലും ഒരു ക്രാക്ക് ഉണ്ടാവും. പിന്നെ കുഴപ്പമില്ല, കട്ട് ചെയ്ത് വരുമ്പോൾ സെറ്റാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ്സ് ഡേറ്റ്സ് ആൽമണ്ട് കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ പേരിട്ട് ഞാൻ. ഒന്ന് ചൂടാറിയിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. സോ എൻ്റെ കേക്ക് തണുത്തു. ഇങ്ങനെ നോക്കുമ്പോൾ കറുത്ത് കാണുന്നല്ലേ, പക്ഷെ കറുത്തിട്ടില്ല ഗൈസ്. അപ്പം ഞാനത് കട്ട് ചെയ്ത് കാണിക്കാം. കൈ കൊണ്ട് ബട്ടർ പേപ്പർ കളയാം. മണത്ത് നോക്കിയിട്ട് ക്യാരറ്റ് കേക്കാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ക്യാരറ്റ് കേക്ക് ഗൈസ്. അകത്ത് ചൂടുണ്ട്. ആവി പറക്കുന്നുണ്ട്. കാണുന്നുണ്ടോ എന്നറിയില്ല. കാണുന്നുണ്ടോ? സോ ഇതാണ് ക്യാരറ്റ് കേക്ക്. എയർ ബബിളൊക്കെ ഇഷ്ടംപോലെയുണ്ട്, ഞാൻ ഉണ്ടാക്കിയതുണ്ട്. ക്യാരറ്റൊക്കെ കാണുന്നുണ്ടോ? എനിക്കൊന്ന് സ്ക്രീനിൽ കുറച്ചും കൂടി ലൈറ്റായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ എനിക്കൊരു ചെറിയ ഓറഞ്ചല്ല, ഒരു ചെറിയ കളർ ഈ സ്ക്രീനിൽ കാണുന്നതിനെക്കാട്ടിയും ഒരു കളറ് ഇതിനകത്തുണ്ട്. കേക്ക് റെഡി. സോഫ്റ്റാണ് അകത്ത്, പുറത്ത് മറ്റേ നട്ട്സിൻ്റെയൊക്കെ ഒരു ചെറിയ ക്രിസ്പിനെസ്. കഴിച്ചോക്കട്ടെ.
പഞ്ചസാര അധികം ഇട്ടില്ലല്ലോ, അപ്പം അതിൻ്റെ ഒരു ഭയങ്കര മധുരമില്ല, പക്ഷേ മധുരമുണ്ട്. മത്ത് പിടിക്കുന്ന മധുരമില്ല, അത്രയും പഞ്ചസാര ഞാൻ ഇട്ടില്ല. ഡേറ്റ്സിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ഞാനും മധുരം കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ച് കുറച്ച് പഞ്ചസാര ഇട്ടായിരുന്നു. മടുക്കൂല. പിന്നെ ഇടയ്ക്ക് നട്ട്സ് കഴിക്കാൻ കിട്ടുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ ടേസ്റ്റ്. ഉള്ളു നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട്. സാപ്പിടുங்க അണ്ണാച്ചി. യെസ്, ഹോം മെയ്ഡ് ക്യാരറ്റ് കേക്ക്. என்ன பதில காணும்? മൂഞ്ച് മട്ടും വേല ചെയ്തു. വാടകയോ ഞാൻ പറയണമായിരുന്നു. எப்படி இருக்குன்னு சொல்லுங்களே. ഇതെന്തോന്നു ഈ സാധനം? ഏത് നട്ടോ? ആൽമണ്ട് കൊള്ളാം, അടിപൊളി. ആൽമണ്ടിൻ്റെ ഒരു ആൽമണ്ടില്ലേ, അതിൻ്റെ ടേസ്റ്റ് നല്ല. ഞാൻ തിരിച്ചെടുത്തു ഗൈസ്, തിരിച്ചെടുത്തു. ഈ ആൽമണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? കേക്ക് എങ്ങനെയാണെന്ന് പറ, എനിക്ക് വീഡിയോ ലെങ്ത് ആക്കണ്ട. കൊള്ളാം. എന്തൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്? എന്തിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും? നല്ല കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട്. കോമഡി ഗിംഡി പണലേ. ഇത് പിന്നെ നല്ല നല്ല കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുന്നു. പിന്നെ ഈ കേക്കാണല്ലോ കേക്ക്, ആ ഒരു കേക്കിൽ നല്ല അടിപൊളി കേക്കിൻ്റെ മധുരമുണ്ട്. പിന്നെ മധുരം കൂടാനായിട്ട് കേക്കില്ലേ, കേക്ക്, ആ കേക്കിൻ്റെ മധുരം. ഗോവിന്ദാസ് ഡ്യൂട്ടി കഴിഞ്ഞാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇനി ഡ്യൂട്ടിക്ക് തന്നെയാണോ അതോ പോണ വഴിക്ക് വേറെ എവിടെയെങ്കിലും കയറിയെന്ന് എനിക്ക് മധുരം മാറാൻ വേണ്ടിയിട്ട് ഒരു ചിപ്സ്. കിളി പോയൊക്കെ സംസാരിക്കുന്നു. ഇനി വീഡിയോ കഴിഞ്ഞിട്ട് എനിക്ക് ഗോഡ്മിനെ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഗോവിന്ദാസ് ഇതെത്ര? ഇത് 1.5 ആ അതെ അതെ, അപ്പം എല്ലാം മനസ്സിലായല്ലോ. കേക്ക് കഴിക്കാൻ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം, കടയിലൊന്നും പോകണ്ട. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് വീഡിയോ ആക്കണം തോന്നി. അപ്പോൾ സീ നെക്സ്റ്റ് ടൈം, ബൈ.